പാമ്പാടുംപാറ പത്തിനിപ്പാറയിലെ റേഷൻ കട അടച്ചുപൂട്ടാൻ നീക്കം. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ റേഷൻ സാധനങ്ങൾ വാങ്ങുവാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ സംജാതമാകും. ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ റേഷൻ കട അടച്ചുപൂട്ടുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധവും ശക്തമാകുന്നു. പൂർണ്ണമായും തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന മേഖലയാണ് പത്തിനിപ്പാറ. നിലവിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയുടെ ലൈസൻസി ഒഴിവായതോടെയാണ് പ്രതിസന്ധിക്ക് തുടക്കമായത്. മറ്റൊരു ലൈസൻസിയെ നിയമിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഇറക്കാതെ കട നിർത്തലാക്കുകയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതർ ചെയ്തത്. നിലവിലുള്ള സാധനങ്ങൾ തീരുന്നതുവരെ കട തുടർന്നാൽ മതിയെന്നാണ് താൽക്കാലിക നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂലിപ്പണി അന്നത്തെ മുടക്കിയിട്ട് മാത്രമേ സാധനം മേടിക്കാനായിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാലും അവരുടെ അന്നത്തെ വരുമാനവും നഷ്ടപ്പെടുന്നു, കയ്യിൽ നിന്ന് വരുമാനവും കൊടുത്ത്. പിന്നെ ഇവിടെ എല്ലാം തോട്ടം മേഖലയിൽ പണിയെടുക്കാൻ പോകുന്ന കൂലിവേലക്കാരായിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ BPL ലിസ്റ്റിലുള്ള ആളുകളുമാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ റേഷൻ കടയിലെ അരികളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കാർഡിൽ ഒരാളുള്ള ആളുകൾ റേഷൻ കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 5 കിലോ അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് 300 രൂപയും അന്നത്തെ പണിക്കൂലി മുടക്കി ഇവർ റേഷൻ കടയിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നത്. അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാലും റേഷൻ കടകൾ ഗ്രാമങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ ബ്യൂട്ടി പാർലർ പോലെ ടൗണിന്റെ നടുക്ക് പ്രവർത്തിക്കേണ്ട സ്ഥാപനം അല്ല. അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാലും ഈ ഒരു സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. സ്ഥാപനം ഇവിടെ തന്നെ നിലനിന്ന് പോകണം. ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈസൻസ് വേണ്ടാന്ന് തീരുമാനിച്ചാൽ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് അടുത്ത ലൈസൻസിയെ പോസ്റ്റ് ചെയ്ത് അതുവരെ ഒരാളാകുന്നിടം വരെ കട അതേപടി നിന്ന് പോവുകയാണ് ചെയ്യേണ്ടത്. സമാന്തര സർവീസുകളോ ഇല്ലാത്ത മേഖലയാണ് പത്തിനിപ്പാറ. അടുത്ത റേഷൻ കടയെ ആശ്രയിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ അകലെ പാമ്പാടുംപാറയിലോ മുണ്ടേരുമയിലോ എത്തണം. തൊഴിലാളികൾ ജോലി കളഞ്ഞ വാഹനം വിളിച്ചു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. നിർത്തലാകുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ റേഷൻ കട ഇങ്ങോട്ട് മുന്നോട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ദൂരെ പോയി അരി മേടിക്കാനും ഒക്കെ 100-300 രൂപ ഓട്ടക്കൂലിയൊക്കെ കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് ആ കൂലിപ്പണിയും കഴിഞ്ഞ് വന്ന് വേണം ഇവിടെ ഞങ്ങൾ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടായിരിക്കും വന്ന് അരി മേടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. 238 കാർഡുടമകൾ ആണ് പത്തിനിപ്പാറ റേഷൻ കടയുടെ പരിധിയിലുള്ളത്. ഇതിൽ ഭൂരിഭാഗവും BPL കാർഡുകളാണ്. റേഷൻ കട നിർത്തലാക്കുന്നത് പ്രദേശത്തെ സാധാരണക്കാർക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. സ്ഥാപനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.